ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുറൂസുൽ ഇസ്ലാം റിവിഷൻ ക്ലാസ്, ദുറൂസുൽ ഇസ്ലാം എക്സാം ദുറൂസ് 2 എന്നതിനെ അനുബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സഹായകമായ ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയുണ്ട്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നമ്മൾ എടുക്കാൻ പോകുന്ന അദ്ദർസു സാമിൻ അഷ്റ. എത്രാമത്തെ പാഠാണ്? 18ാമത്തെ. പാഠത്തിന്റെ പേര് നൂറുല്ലാഹി തആല. അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ വെളിച്ചം. അപ്പൊ പേര് പഠിക്കുക, അർത്ഥം പഠിക്കുക. അള്ളാഹുവിന്റെ വെളിച്ചമാണ് എന്ത്? അറിവ്. അള്ളാഹുവിന്റെ വെളിച്ചാണ് എന്ത്? അറിവ്. അപ്പൊ ഞാൻ പാഠത്തിലെ ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം അടയാളപ്പെടുത്തട്ടാ. മൂസാ നബി അലൈഹിസ്സലാമും ഹളിർ നബി അലൈഹിസ്സലാമും ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞു പക്ഷി കപ്പലിൻ്റെ പായ്മരത്തിൽ വന്നിരുന്നു, അതിൻ്റെ മുകളിൽ വന്നിരുന്നു. അപ്പോൾ അത് കടലിലേക്ക് പറന്നിറങ്ങി അല്പം വെള്ളം കൊത്തിയെടുത്തു. ഇത് ചൂണ്ടിക്കാണിച്ച് ഹളിർ അലൈഹിസ്സലാം പറഞ്ഞു, കടലിൽ നിന്ന് ഈ പക്ഷി കൊത്തിയെടുത്ത വെള്ളത്തിൻ്റെ എത്ര മാത്രമേ അല്ലാഹു തആലയുടെ ഇൽമിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളൂ. ഒരു പക്ഷി കടലിൽ നിന്ന് കൊത്തിയെടുത്ത വെള്ളത്തിൻ്റെ അത്ര മാത്രമേ അല്ലാഹു തആലയുടെ ഇൽമ് നമുക്ക് നൽകിയിട്ടുള്ളൂ. മനസ്സിലായില്ല? അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അറിവിൻ്റെ ഉടമയാണ് ആര്? അല്ലാഹു തആല. അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത അറിവിൻ്റെ ഉടമയാണ് അല്ലാഹു തആല. അപ്പൊ ചോദ്യം വരും, അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത അറിവിൻ്റെ ഉടമയാണ് ഡാഷ്. അപ്പോൾ അവിടെ എന്താ എഴുതുക? അല്ലാഹു തആല. ഓക്കെ. ഇനി അടുത്തത്, മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായതാണ് ഇൽമ്. അപ്പോൾ അവിടെ പഠിക്കട്ടാ. മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായതാണ് ഇൽമ്. ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല ഉന്നതനാക്കിയത് എന്തുകൊണ്ടാണ്? അറിവ് നൽകിയാണ് ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല ഉന്നതനാക്കിയത്. അപ്പോൾ അവിടെ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. എന്ത്? ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല ഉന്നതനാക്കിയത് എന്തുകൊണ്ട്? മനസ്സിലായില്ല? പിന്നെ അറിവ് കൊണ്ട് ഉന്നതനാക്കിയത്, അല്ലാഹു തആല ഉന്നതനാക്കിയത് ആരെന്ന് വെച്ചാലോ? ആദം അലൈഹിസ്സലാമിനെ. അപ്പോൾ അത് മനസ്സിലാക്കട്ടാ. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിതത്തായ പരിശുദ്ധ ഖുർആൻ, അത് എന്തിന്റെ കലവറയാണ്? അറിവിന്റെ കലവറയാണ്. അപ്പൊ ഖുർആൻ ഡാഷിന്റെ കലവറയാണെന്ന് വന്നാൽ എന്ത് ചെയ്തോടെ? അറിവിന്റെ കലവറയാണ്. അപ്പൊ അറിവിന്റെ കലവറയാണ് എന്ത് എന്ന് ചോദ്യം വന്നാലോ? ഖുർആൻ. അപ്പൊ അത് മനസ്സിലാക്കാം. പിന്നെ അറിവിന്റെ മഹത്വവും പറയുന്നതും ചിന്തിക്കാനും പഠിക്കാനും, അറിവിൻ്റെ മഹത്വം പറയുന്നതും ചിന്തിക്കാനും പഠിക്കാനും ആഹ്വാനം ചെയ്യുന്നതുമായ ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. അറിവിനെ കുറിച്ചിട്ട് പറയുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ആഹ്വാനം ചെയ്യുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇഹലോകത്ത് വിജയം നേടാൻ ഡാഷ് ആവശ്യമാണ്. എന്താണ് ആവശ്യം? അറിവ്. പരലോകത്ത് വിജയിക്കാനും ഡാഷ് വേണം. അറിവ്. അപ്പോൾ ഇഹലോകത്ത് വിജയം നേടാനും പരലോകത്ത് വിജയിക്കാനും അറിവ് വേണം. അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനും ആവശ്യമാണ് എന്ത്? അറിവ്. അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനും അറിവ് വേണം. അറിവില്ലാതെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയില്ല. എന്ത്? ഹലാലും ഹറാമും. അറിവില്ലാതെ നമുക്ക് ഹലാലും ഹറാമും വേർതിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ അറിവ് എന്തിനാണ്? ഹലാലും ഹറാമും വേർതിരിച്ചറിയാനാണ്. മനസ്സിലാക്കുക. അതിനാല് ശർഇയായ ഇൽമ് നേടൽ എന്താണ്? വാജിബാണ്. അപ്പൊ ശർഇയായ ഇൽമ് നേടുന്നതിന്റെ വിധി എന്തെന്ന് വരും. അപ്പൊ എന്താണ്? വാജിബാണ്. ശർഇയായ ഇൽമ് നേടുന്നതിന്റെ വിധി എന്താന്ന് ചോദ്യം വന്നാൽ വാജിബാണ്. മറക്കരുത്. നിർബന്ധമാണെന്നുള്ള അർത്ഥമാണ് ഈ വാജിബ് എന്നുള്ളതിന്റെ. മനസ്സിലായില്ല? നിർബന്ധമാണ്. ശർഇയായ ഇൽമ് നേടൽ നിർബന്ധമാണ്. അറിവ് ഇസ്ലാമിന്റെ എന്താണ്? ജീവനാണ്. അറിവ് ഇസ്ലാമിന്റെ ജീവനാണ്. ദീനിന്റെ നെടും തൂണാണ്. ദീനിന്റെ നെടും തൂണാണ്. പിന്നെ ഇഹലോകത്ത്
മനുഷ്യജീവിതം സുഖകരമാക്കാൻ ആവശ്യമായ വൈദ്യശാസ്ത്രം, പിന്നെ എഞ്ചിനീയറിങ് തുടങ്ങിയ എല്ലാ അറിവും നേടൽ എന്താണ്? ഫർള് കിഫായയിൽ പെട്ടതാണ്. അതായത് അതൊക്കെ നേടല് ഫർള് കിഫായയാണ്. അതായത് നമുക്ക് നമ്മളെ മനുഷ്യജീവിതം സുഖകരമാക്കാൻ, അതായത് എഞ്ചിനീയർമാരൊക്കെ ഓരോന്ന് കണ്ടെത്തണില്ല. അപ്പോൾ നമ്മൾ മിക്സി, അതൊക്കെ നമ്മളെ ജീവിതം സുഖമാക്കാനുള്ള ഓരോ യന്ത്രങ്ങൾ കണ്ടെത്തിയതാണ്. അപ്പോൾ അതൊക്കെ അറിവ് നേടൽ എന്താണ്? ഫർള് കിഫായയാണ്. അപ്പോൾ ഇവിടെ അറിവിനെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇഹലോകത്ത് വിജയം നേടാൻ ആവശ്യമായത് അറിവാണ്, പരലോകത്ത് വിജയിക്കാനും ആവശ്യം അറിവാണ്. അപ്പോൾ ഇത്രയും ഇവിടെ വന്നിട്ട് ഫർള് കിഫായയാണ് എന്ന് വരുന്ന ആ പാരഗ്രാഫ് മുഴുവൻ നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ ബാക്കി കാര്യങ്ങളും കൂടി കുറച്ച് അടുത്ത വായിക്കുന്ന സ്ഥലത്ത് നമുക്ക് അടയാളപ്പെടുത്തണം. എന്നിട്ട് അതൊക്കെ ചേർത്തിട്ട് വേണം 5 വരി കുറയാതെ എഴുതാൻ. അടുത്തതെന്താണ്? ഒരു അധ്യായം പഠിക്കൽ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. ഇതാരാ പറഞ്ഞത് എന്ന് വെച്ചാൽ എന്താ പറയാ? സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഒരു ആയത്താണ് അവിടെ മേലെ കൊടുത്തത്. അത് നന്നായി മനസ്സിലാക്കി പഠിക്കാം. വതഅല്ലുമുൽ ലിൽബാബി മിൻ ഇൽമിൻ ലഹു ഫളലുൻ അലാ മിഅത്തിർ റകഅത്തി നാഫില. മിഅത്തി റകഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 റകഅത്ത്. അപ്പം 100 റകഅത്ത് എന്നതിൻ്റെ അറബി എഴുതാൻ വരും. മനസ്സിലായി? ചോദ്യ പേപ്പറിൽ വരലില്ലേ? ഒരു അറബീൻ്റെ എന്തായാലും വരലുണ്ട്. അപ്പം മിഅത്തി റകഅത്ത് എന്നാണെങ്കിൽ എന്ത് ചെയ്തു? 100 റകഅത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? മനസ്സിലാക്കുക. അപ്പോൾ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും ഈ ബൈത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ ബൈത്ത് പഠിക്കുക. സൈനുദ്ദീൻ മഖ്ദൂം പറയുന്ന വരികളാണ്. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ഒരു അധ്യായം പഠിക്കൽ 100 റക്അത്ത് പഠിക്കുന്നതിനേക്കാൾ മഹത്വമുള്ള കാര്യമാണ്. ഇൽമ പഠിക്കുന്നവർക്ക് അല്ലാഹു തആല ഡാഷ് പദവി നൽകിയിട്ടുണ്ട്. എന്ത് പദവിയാണ്? മഹത്തായ പദവി നൽകിയിട്ടുണ്ട്. ഇൽമ പഠിക്കുന്നവർക്ക് അല്ലാഹു തആല മഹത്തായ പദവി നൽകിയിട്ടുണ്ട്. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബി ത്വരീഖിൻ ഇലൽ ജന്ന. ഇത് നമ്മൾ മുമ്പ് ഒരു പാഠത്ത് പഠിച്ചിട്ടുണ്ട്. എന്താണ്? അറിവ് തേടി പുറപ്പെടുന്നവന് അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണിത്. അപ്പം അത് അർത്ഥം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുക ആർക്കാണ്? അതുപോലെ അറിവ് പഠിക്കുന്നവർക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കും. ആര്? മലക്കുകൾ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടി ആരെല്ലാം ദുആ ചെയ്യും? ആകാശത്തും ഭൂമിയിലുമുള്ള സകല ജീവികളും കടലിൽ കടലിലെ മത്സ്യങ്ങൾ വരെയും പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. അതായത് അറിവ് പഠിക്കുന്നവർക്ക് ആകാശഭൂമിയിലുള്ള സകല ജീവികളും കടലിലെ മത്സ്യങ്ങൾ വരെയും പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചോദ്യം വരും, അറിവ് പഠിക്കുന്നവർക്ക് ആരെല്ലാം ദുആ ചെയ്യുമെന്ന്. ആരൊക്കെയാണെന്ന്? അടുത്തത്, ഇരു ലോകത്തും നിലക്കാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന കർമ്മങ്ങളിൽ ഒന്ന് എന്താണ്? അറിവ് സമ്പാദിക്കലാണ്. ഇരു ലോകത്തും നിലക്കാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന കർമ്മങ്ങളിൽ പെട്ടതാണ് അറിവ് സമ്പാദിക്കൽ. മനസ്സിലാക്കി വെക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടെ. അതൊക്കെ ഇരു ലോകത്തും നിലക്കാത്ത അനുഗ്രഹം ലഭിക്കുന്ന ഒരു കർമ്മമാണ് ഏതെന്ന് വെച്ചാൽ അറിവ് സമ്പാദിക്കൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് അവിടെ. എന്താ പറയുന്നത്? ഇദാ മാതൽ ഇൻസാനു ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസിൻ സദഖ ജാരിയ ഔ ഇൽമിൻ യുൻതഫൽ ബിഹി ഔ വലദിൻ സോലിഹിൻ യദൂലഹു. എന്താ അവിടെ പറയുന്നത്? മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിക്കും. മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിക്കും. പക്ഷേ 3 കാര്യങ്ങൾ അവിടെ
അവസാനിക്കാതെ നിലനിൽക്കും. എന്തൊക്കെ കാര്യങ്ങൾ എന്നാണ് അവിടെ പറയുന്നത്, മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്യുക. ഒന്നെന്താണ്? സ്ഥായിയായ സ്വതക്ക, അതായത് നിലനിൽക്കുന്ന സ്വതക്ക. ഉപകാരപ്രദമായ അറിവ്. പിന്നെന്താണ്? അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദ്വൃത്തരായ സന്താനങ്ങൾ. ഈ 3 കാര്യങ്ങൾ, കർമ്മങ്ങൾ അവസാനിക്കില്ല. അയാൾ മരിച്ചാലും അവർക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് ജാരിയായ സദക്ക, സ്ഥായിയായ സദക്ക, പിന്നെ ഉപകാരപ്രദമായ അറിവ്, പിന്നെ സദ്വൃത്തരായ സന്താനങ്ങൾ, പ്രാർത്ഥിക്കുന്ന സദ്വൃത്തരായ സന്താനങ്ങൾ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിക്കും. എന്നാൽ അവസാനിക്കാത്ത 3 കർമ്മങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ 3 എഴുതുക. മനസ്സിലായോ? വിജ്ഞാനത്തിന് മനുഷ്യ ജീവിതവുമായി വലിയ ബന്ധമുണ്ട്. വിജ്ഞാനത്തിന് മനുഷ്യ ജീവിതവുമായി വലിയ ബന്ധമുണ്ട്, മനസ്സിലാക്കുക. ജോലി സമ്പാദിക്കാനും ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാനും മാന്യമായി ജീവിക്കാനും വിജ്ഞാനം ആവശ്യമാണ്. വിജ്ഞാനം ആവശ്യമാണ് എന്തിനെല്ലാം? ജോലി സമ്പാദിക്കാനും ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാനും മാന്യമായി ജീവിക്കാനും വിജ്ഞാനം ആവശ്യമാണ്. മനസ്സിലായില്ല? ഒരു ചോദ്യം ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. അത് അടുത്തത് എന്താണ്? അതിന് ഭൗതിക വിജ്ഞാനങ്ങളും പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിത വിജയത്തിന് ഭൗതിക വിജ്ഞാനങ്ങളും പഠിക്കേണ്ടതുണ്ട്. അതിനാൽ ഉപകാരപ്രദമായ എല്ലാ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കാൻ നാം പരിശ്രമിക്കണം. മനസ്സിലായില്ല? ഉപകാരപ്രദമായ എല്ലാ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കാൻ നാം പരിശ്രമിക്കണം. മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? അദബുകൾ പാലിച്ചു പഠിച്ചാൽ മാത്രമേ അറിവ് ഉപകാരപ്രദമാവുകയുള്ളൂ. അപ്പോൾ അവിടുന്ന് ചോദ്യം, അറിവ് ഉപകാരപ്രദമാവുകയുള്ളൂ എപ്പോഴാണ്? അദബുകൾ പാലിച്ചുകൊണ്ട് പഠിച്ചാൽ മാത്രം അറിവ് ഉപകാരപ്രദമാവുകയുള്ളൂ. അപ്പോൾ അത് പഠിക്കട്ടാ. അദബുകൾ പാലിച്ചുകൊണ്ട് പഠിച്ചാൽ മാത്രമേ അറിവ് ഉപകാരപ്രദമാവുകയുള്ളൂ. പിന്നെ വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകളിൽ പ്രധാനപ്പെട്ടത് ഇവിടെ താഴെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? പഠനം അല്ലാഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കുക. അല്ലാഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രം പഠിക്കുക. പിന്നെന്താണ്? പഠനം തുടങ്ങുമ്പോൾ എന്തൊക്കെ ചൊല്ലണം? ബിസ്മി ഹംദ് സലാത്ത് എന്നിവ ചൊല്ലുക. ബിസ്മി ഹംദ് സ്വലാത്ത് എന്നിവ ചൊല്ലുക. പിന്നെ ആർക്കൊക്കെ ദുആ ചെയ്യണം? മാതാപിതാക്കൾക്ക്, ഗുരുനാഥർ, മുസന്നിഫുകൾ തുടങ്ങിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മുസന്നിഫുകൾ എന്ന് പറഞ്ഞാൽ ആരാ? മുസന്നിഫുകൾ എന്ന് പറഞ്ഞാൽ കിതാബ് രചയിതാക്കളാണ്. കിതാബുകൾ രചിച്ചവർക്കാണ് മുസന്നിഫുകൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ചോദിച്ചു പഠിക്കാൻ ലജ്ജിക്കാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ സംശയങ്ങളോ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് പഠിക്കുക. ലജ്ജ കൂടാതെ, മടി കൂടാതെ ചോദിച്ച് പഠിക്കുക. മനസ്സിലായില്ലേ? പിന്നെന്താണ്? അധ്യാപകർ, ആലിമുകൾ എന്നിവരെ ആദരിക്കുക. അധ്യാപകർ, ആലിമുകൾ എന്നിവരെ ആദരിക്കുക. പിന്നെന്താണ്? പഠനോപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, പഠിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ബഹുമാനിക്കുക. നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥാപനങ്ങൾ, പഠിക്കുന്ന ബുക്ക്, അതൊക്കെ എന്താക്കുക? ബഹുമാനിക്കുക. അടുത്തതാ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. അടുത്തത് എന്താണ്? പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. തിന്മകൾ വർജിക്കുക. ഉത്സാഹിച്ച് പഠിക്കുക. ഉത്സാഹിച്ച് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്താണ്? വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകളാണ്. വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകളാണ്. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക. വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകളിൽ നിന്ന് 2 എഴുതാന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകൾ ഏതൊക്കെയാണ് 5 വരി കുറയാതെ എഴുതുക. അങ്ങനെയൊക്കെ വന്നാലൊക്കെ ഇത്രയും ഭാഗങ്ങൾ നന്നായി പഠിച്ചാലേ എഴുതാൻ കഴിയുള്ളൂ. അവിടെ അടിയിലത് റബ്ബി സിദിനി ഇൽമൻ, എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ച് തരണമേ. റബ്ബി സിദിനി ഡാഷ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഇൽമൻ. റബ്ബി സിദിനി ഇൽമൻ, റബ്ബേ എനിക്കു നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോൾ ഈ പാഠത്തിന്റെ തദ്രിഭാഗത്തൊക്കെ നന്നായി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അടുത്ത ചാപ്റ്റർ ഏതാണ്? 19ാമത്തെ പാഠം റഫീഖുൽ ആല. റഫീഖുൽ ആല, ഉന്നതനായ കൂട്ടുകാരൻ.
ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്നർത്ഥം വരുന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠത്തിലെ ചോദ്യങ്ങൾ നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ദിനം. അന്ന് മദീനയുടെ അവസ്ഥ എന്തായിരുന്നു? മദീന പട്ടണം മരവിച്ചു പോയി. ചിലർ ബോധം കെട്ട് വീണു, ചിലർ വാവിട്ട് കരഞ്ഞു, ചിലർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് മദീനക്കാരുടെ അവസ്ഥ. മനസ്സിലാക്കുക. ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്ത് ഉച്ചത്തിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവനെ കൊന്നുകളയും. ഇങ്ങനെ പറഞ്ഞത് ആര്? ചോദ്യം വരും. ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. മനസ്സിലാക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ത്യചുംബനം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ത്യചുംബനം നൽകി. ആര്? ഓപ്ഷൻ വരും. ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റേതെങ്കിലും പേരും. അപ്പോൾ അതിൽ ഓപ്ഷൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ശരി രേഖപ്പെടുത്തേണ്ടത്. മനസ്സിലാക്കുക. തിബ്ത ഹയ്യ വ മയ്യിത്തൻ. തിബ്ത ഹയ്യൻ വ മയ്യിത്തൻ. ആര് പറഞ്ഞു? എന്താണ് സാരം എഴുതുക എന്നൊക്കെ വരാം. അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ. അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് തിബ്ത ഹയ്യം വ മയ്യിത്തൻ. അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ. തുടർന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നുണ്ടെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിരിക്കുന്നു. നിങ്ങൾ അല്ലാഹു തആലയെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചതാണത്. ഈ പ്രസംഗമാണ് പരിഭ്രാന്തരായ മദീന നിവാസികളെ ശാന്തരാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ മദീന നിവാസികളെ ശാന്തരാക്കിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പ്രഭാഷണമാണ്. അപ്പോൾ മനസ്സിലാക്കുക. സഫർ മാസം അവസാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി ബാധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി ബാധിച്ചത് എന്നാണ്? സഫർ മാസം അവസാനം. മനസ്സിലാക്കുക. രോഗം കഠിനമായപ്പോൾ മറ്റു ഭാര്യമാരുടെ സമ്മതത്തോടെ ആയിഷ ബീവിയുടെ വീട്ടിൽ താമസമാക്കി. രോഗം കഠിനമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെ വീട്ടിലാണ് താമസമാക്കിയത്? ആയിഷ ബീവിയുടെ വീട്ടിലാണ് താമസമാക്കിയത്. മസ്ജിദിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി. മസ്ജിദിൽ പോകാൻ കഴിയാഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി. ഇതൊക്കെ മനസ്സിലാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു കരഞ്ഞു. വ കർബ അബാഹു, ഉപ്പയുടെ വിഷമം എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു കരഞ്ഞു. വ കർബ അബാഹു, സാരം എഴുതുക. ആര് പറഞ്ഞു എന്നൊക്കെ ചോദ്യം വരാം. ഉപ്പയുടെ വിഷമം എന്നാണ് അർത്ഥം. ആരാ പറഞ്ഞത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഫാത്തിമ ബീവിയെ സമാധാനിപ്പിച്ചു. ലൈസ അലാ അബീക്കി കർബുൻ ബഅദൽ യൗം. ലൈസ അലാ അബീക്കി കർബുൻ ബഅദൽ യൗം. ഈ ദിവസത്തിനു ശേഷം നിന്റെ ഉപ്പാക്ക് വിശ്രമമില്ല മോളെ. ആരോടാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതാണിത്. അപ്പോൾ ചോദ്യം വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിച്ചത് എങ്ങനെ? ലൈസ അലാ അബീക്കി കർബുൻ ബഅദൽ യൗം. ഈ ദിവസത്തിനു ശേഷം നിന്റെ ഉപ്പാക്ക് വിശ്രമമില്ല മോളെ എന്ന് പറഞ്ഞാണ് സമാധാനിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ ശരീരത്തിൽ ചാരിയിരുന്ന് മിസ്വാക്ക് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ മേത്ത് ചാരിയിരുന്നു, മിസ്വാക്ക് ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹു ഫീ റഫീഖിൽ അഅല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകം പൂണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം പറഞ്ഞ് ഉരുവിട്ടതെന്ത്? ചോദ്യം വരും.
എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു ഫി റഫീഖിൽ അഅല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം ഉരുവിട്ടത്. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്ന് ചോദ്യം വന്നാൽ ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെയായിരുന്നു. ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ സഹാബികൾ ഒരുമിച്ച് കൂടി. സഹാബികൾ ഒരുമിച്ച് കൂടിയത് എവിടെയാണ്? ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബികൾ ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ ഒരുമിച്ച് കൂടി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. എവിടെ വെച്ച്? ഒക്കെ ചോദ്യം വരാം. ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ച്. തിരിച്ചും വരാം. ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ച് ഖലീഫയായി തിരഞ്ഞെടുത്തു. ആരെ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ജനാസ നിസ്കരിച്ചു. വഫാത്തായ സ്ഥലത്ത് തന്നെ ബുധനാഴ്ച രാത്രി മറവ് ചെയ്തു. മസ്ജിദുൻ നബവിയിൽ പച്ച കുബ്ബക്ക് താഴെയാണ് അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മസ്ജിദുൻ നബവിയിലെ പച്ച കുബ്ബക്ക് താഴെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മനസ്സിലാക്കുക. ഇഹലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാനും പരലോകത്ത് അവിടുത്തെ ഷഫാത്ത് ലഭിക്കാനും അള്ളാഹു നമുക്ക് തുണ നൽകട്ടെ. മനസ്സിലാക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. റബ്ബി വർസുഖ്ന ഡാഷ് കബുല കബിൽ ലോഹി വൽ ഹറജി. അർത്ഥം എന്താണ്? റബ്ബേ റൂഹ് പിടിച്ചിടും മുന്നേ നബിയോരെ സിയാറത്തേകിടണേ. മനസ്സിലാക്കുക. അടുത്ത പാഠം എത്രയാണ്? 20-ാമത്തെ പാഠവുമായിട്ടാണ്. സദഖത്തുൽ ഫക്കീർ. എന്താണ്? പാവപ്പെട്ടവൻ്റെ ദാനം. പാവപ്പെട്ടവൻ്റെ ദാനം എന്ന പാഠമാണ്. അപ്പം നമ്മൾ അഹ്കാമുൽ ഇസ്ലാമിലെ 1-ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് തന്നെയാണ് ഇതിൽ പറയുന്നത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? പാവപ്പെട്ട മുഹാജിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയാണ്, പണക്കാർ ഉന്നത സ്ഥാനികളും നിത്യമായ അനുഗ്രഹവും കൊണ്ടുപോകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുക, അതെന്താണ്? അവർ നിസ്കരിക്കുന്നു, അതുപോലെ നോമ്പെടുക്കുന്നു, അതുപോലെ സ്വതക്ക ചെയ്യുന്നു. അപ്പം ഞങ്ങൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല. മുഹാജിരിങ്ങൾ പറയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്തവരല്ലാതെ നിങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠരായി ആരും ഉണ്ടാവില്ല. പോലെ ചെയ്തവരല്ലാതെ നിങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠരായി ആരും ഉണ്ടായില്ല. അവർ പറഞ്ഞു, അതേ റസൂലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൻ്റെ ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യം ചൊല്ലാൻ കൽപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൻ്റെ ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞു കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പം പാവപ്പെട്ടവന് സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത് എന്താണ്? തുസബ്ബിഹൂന വ തുകബ്ബിറൂന വ തുഹമ്മിദൂന. മനസ്സിലാക്കുക. വസലാസീന മറത്ത 33 തവണ ചൊല്ലാനാണ്. അപ്പോൾ ഈ പാഠത്തുനിന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. നമ്മൾ അഹ്കാമുൽ പഠിച്ച ഒരു പാഠഭാഗമാണിത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകളുടെ ശ്രേഷ്ഠതകളുടെ വരികളാണ് ഈ ചരിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിരിങ്ങളോട് കൽപ്പിച്ചത്? ചോദ്യം വരാം. തുസബ്ബിഹൂന വ തുകബ്ബിറൂന വ തുഹമ്മിദൂന ദുബുറ കുല്ലി സ്വലാത്തി സലാസ വസലാസീന മറ. നിസ്കാരങ്ങൾക്ക് ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ്,
അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്ന് 33 തവണ ചൊല്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളോട് കൽപ്പിച്ചത്. അപ്പോൾ മനസ്സിലാക്കുക, അറബിയിൽ ചോദ്യം വരിക, അപ്പം മനസ്സിലാക്കി എഴുതാൻ കഴിയണം. അറബിയിൽ തന്നെ ഉത്തരം എഴുതുന്നത് നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ എഴുതാൻ കഴിയുന്നതാണ്. അപ്പം മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ ആ പാഠത്ത് തദ്രിബാത്തിൽ വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത് വന്ന ചോദ്യം, മാതാ കാല ഫുഖറാഉ മുഹാജിരീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫക്കീർമാരായ മുഹാജിരീങ്ങൾ എന്താണ് പറഞ്ഞത്? മുഹാജിറുകളായ ഫക്കീർമാർ എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? സമ്പന്നർ ഉന്നത പദവിയും ശാശ്വതമായ അനുഗ്രഹങ്ങളും കൊണ്ടുപോകുന്നു. സമ്പന്നര് ഉന്നതമായ പദവിയും ശാശ്വതമായ അനുഗ്രഹങ്ങളൊക്കെ കൊണ്ടുപോകുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. അടുത്തെന്താണ്? മാതാ അമറൻ നബി ഫുഖറാഉ മുഹാജിരീൻ. എന്താണ് മുഹാജിറുകളിലെ പാവപ്പെട്ടവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത്? എന്താണ്? എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും 33 പ്രാവശ്യം തസ്ബീഹും തഹ്മീദും തക്ബീറും ചൊല്ലുക. അതായത് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, തസ്ബീഹ്, സുബ്ഹാനല്ലാ, തുഹമ്മിദ്, അൽഹംദുലില്ലാ, തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൽപ്പിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം എന്താണ്? അലാ ഉഅല്ലിമുക്കും ഷൈഅൻ തുദ്കിറൂന ബിഹി മൻ സബഖകും മൻ ഖാല വലിമൻ ഖാല. ആരോട് പറഞ്ഞു? നിങ്ങളെക്കാൾ മുൻകടന്നവരുടെ കൂലി ലഭിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരോടാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാവപ്പെട്ട മുഹാജിറുകളോട് പറഞ്ഞതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാവപ്പെട്ട മുഹാജിറുകളോട് പറഞ്ഞതാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പാഠഭാഗത്ത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ദുറൂസുൽ ഇസ്ലാം 2 എന്ന എക്സാമിന് ഇത്രയും പാഠഭാഗത്തു നിന്നാണ് 11 മുതൽ 20 വരെയുള്ള പാഠഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തി റിവിഷൻ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.